നമസ്കാരം. വിശ്വഗുരുവിന്റെ ഭാരത് റൈസിന് പിന്നാലെ കേരളത്തിൽ സംഘികൾക്ക് വേണ്ടി ഒരു പുതിയ പ്രോഡക്റ്റ് കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ്. ദേ കണ്ടോളൂ, അതിന്റെ ട്രയൽ വേർഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാരത് കളസം. സംഘികൾക്ക് പണ്ട് ജട്ടിയോട് വല്ലാത്ത അലർജി ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. കാര്യം പണ്ട് കാലത്തെ ഈ കളസമാണല്ലോ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് ജട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നുകൊണ്ട് അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഭാരത് കളസം നമ്മുടെ സംഘികളെല്ലാം ഉപയോഗിക്കണം. കാവി നിറത്തിൽ തന്നെ കളസം ഇറക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ട്രയൽ വേർഷനാണ് ഉത്തരേന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ നാസ ജട്ടി മുതലാളിയായിട്ടുള്ള സാബു ആകെ തേഞ്ഞൊരു അവസ്ഥയാണ്. അദ്ദേഹം ഇത്രയും കാലം സംഘികളെയൊക്കെ വാഴ്ത്തി പാടിക്കൊണ്ട് ജട്ടി വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ആ ജട്ടിയുടെ ഡിമാൻഡ് ഇടിയാൻ പോവുകയാണ്. ഇനി ഇതാണ് പുതിയ വേർഷനായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിന്റെ പൈലറ്റ് വരും ദിവസങ്ങളിൽ തൃശ്ശൂരിൽ നമ്മളെ സുരേഷ് കോഴിയണ്ണൻ അവതരിപ്പിക്കും. കാര്യം ഇത് ഇട്ടുകൊണ്ടാണ് ഇനിയിപ്പോ സുരേഷ് കോഴിയണ്ണൻ ഇതേ മാതൃകയിൽ വോട്ട് ചോദിക്കാനും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാൻ പോകുന്നത്. കാര്യം ഭാരത് റൈസ് തൃശ്ശൂർ കൊണ്ടുവന്ന പോലെ തന്നെ ഭാരത് കളസം ഉടനടി സുരേഷ് കോഴിയണ്ണൻ തൃശ്ശൂർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതേ വേഷത്തിൽ തന്നെ അവിടെ വോട്ട് ചോദിക്കാനും ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ സജീവമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതെന്താ, ഈ നാട്ടിൽ ഇതിനൊക്കെ സ്വാതന്ത്ര്യമില്ലേ? സ്വാതന്ത്ര്യം ഉണ്ടെന്നേ. സംഘികൾക്ക് ഇതല്ല എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കളസം എന്നൊക്കെ പറഞ്ഞാൽ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം പണ്ട് കാലഘട്ടം തൊട്ടേ ഹരമായിരുന്നു. കാര്യം ഇത് അവർക്കൊരു പ്രത്യേക വീക്ക്നെസ് ആണ്. ആ വീക്ക്നെസ്സിനെ മുൻനിർത്തിയാണ്, അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഭാരത് കളസമായിട്ട് തന്നെ ഇവർക്ക് ഇറക്കി കൊടുക്കുന്നത്. അതായത് ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ജട്ടി ഇട്ടാൽ ഇനിയിപ്പോ നമുക്ക് യാതൊരു തരത്തിലുള്ള സുഖവും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ജട്ടി സാബുവിന്റെ നാസ ജട്ടി ഇട്ടിട്ടും അത് ക്ലൈമറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സുഖം അവർക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ ഒരു പീറ തുണി മതി. നമ്മുടെ നാട്ടിലൊക്കെ ഈ മുണ്ടില്ലേ, മുണ്ടിനെ വലിച്ചു കീറിയിട്ട് വേണമെങ്കിലും ഇങ്ങനെ ഒന്ന് കറക്കിയെടുത്ത് കെട്ടിവെക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഈ 50 പൈസ കിറ്റ് കിട്ടും. ആ കിറ്റിനെ ഒന്ന് നാലായിട്ട് കീറിയിട്ട് വേണമെങ്കിലും ഇങ്ങനെ കെട്ടിവെക്കാം. കാര്യം എന്തിനാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ ജട്ടിയൊക്കെ നമ്മൾ ഇടേണ്ട കാര്യമെന്നാണ്. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കളസം നമുക്കുള്ളപ്പോൾ ആ കളസത്തെ തിരികെ കൊണ്ടുവരണം. നമ്മുടെ പാരമ്പര്യത്തെ തിരിച്ചു പിടിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരത് കളസം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കളസം വരുന്നതോടുകൂടി സംഘികൾക്ക് കുറച്ചുകൂടി മനസ്സമാധാനവും ഉള്ളിൽ സുഖവും കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. കാര്യം ഈ കളസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും. ഈ വലിച്ചൂരി താഴോട്ട് കൊണ്ടുപോകണമെന്നോ 2 കാലിങ്ങനെ പൊക്കി വലിച്ചു കയറ്റേണ്ട കാര്യമൊന്നുമില്ല. അങ്ങോട്ട് ഇടയിൽ കയറ്റുക, കെട്ടിവെക്കുക. എത്ര സുഖകരമായിട്ടുള്ള പരിപാടി. അപ്പോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വരാൻ പോകുന്ന അടുത്ത മുഖ്യ ആകർഷണമാണ് ഈ കളസം. ഈ കളസത്തിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നമ്മളെ സുരേഷ് കോഴിയണ്ണനെ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. തൃശ്ശൂരിൽ തന്നെ ഭാരത് റൈസ് വന്നതുപോലെ അടുത്ത ദിവസങ്ങളിൽ ഭാരത് കളസം എത്തും. ഈ കളസം ഇട്ടുകൊണ്ടായിരിക്കും നമ്മുടെ സംഘികൾ തൃശ്ശൂരിൽ പ്രചരണത്തിന് ഇറങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്.